ഗൈസ് നമ്മളെ വീക്കിലി അനാലിസിസിലേക്കുള്ളൊരു സ്വാഗതം. ലാസ്റ്റ് വീക്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതാണ് അല്ലേ. ഈ രണ്ട് സോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പ്രോപ്പർ നമുക്കൊരു കൺഫർമേഷൻ ഇവിടെ കണ്ടോ. ഈ ഒരു ലെവലിൽ മാത്രമാണ് നമുക്ക് കൺഫേം. അത് പ്രോപ്പറായിട്ട് ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫോണിൽ. ടാപ്പ് ചെയ്തതിന് ശേഷം മേ ബി അത് ഇത്രയും കണ്ടിന്യൂ ചെയ്തു. സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ല. സോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ട്രേഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക, അവിടെ എടുത്തുള്ള കൺഫർമേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പ്ലാൻസിലേക്ക് കേട്ടോ. അപ്പോൾ ഒന്ന് വർക്കൗട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. സോ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് എന്താണ് പ്ലാൻ? സോ ടോട്ടലി നോക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് വീക്കിലി ഫസ്റ്റ് വരാം. വീക്കിലി ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ കേസ് ഡിസ്കസ് ചെയ്തിട്ട് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. ഓക്കെ, നിഫ്റ്റി കറൻലി ബേറിഷ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കണ്ടോ, നിഫ്റ്റി ഇവിടെ ഒരു ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രോപ്പർലി ഒരു റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഈ ലോ വീക്കിലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ വന്നിട്ടുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള കണ്ടിന്യൂഷൻ ആണ്. മനസ്സിലായോ? ലോ 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 ഹൈ ലോ ലോ. മേ ബി ഇത് എന്ത് ചെയ്യാം, ഡൗൺ സൈഡ് പോവാം. പക്ഷേ മന്ത്ലിയിലേക്ക് നമ്മൾ എപ്പോഴും സ്വിച്ച് ചെയ്ത് നോക്കുക. മന്ത്ലി വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിഫ്റ്റി കറൻലി ഇതുപോലെയുള്ള എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് കറക്ഷൻസ് വരാറുള്ളത്. ടോട്ടലി നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത് അറൗണ്ട് എത്ര പെർസെൻറ്റേജാ, ഏകദേശം 11% ആണ് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇത് നോർമൽ കറക്ഷൻ ആണ് 10 to 11 എന്ന് പറഞ്ഞാൽ. സോ അതിന് എബോവ് മൂവ് ആണെങ്കിൽ ക്രാഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നോക്കാം, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മേ ബി ഇവന് ബൈ ചെയ്യാനുള്ള പോസിബിലിറ്റി എങ്ങനെയാണ് നമുക്കൊരു കൺഫർമേഷൻ നോക്കാൻ പറ്റുക. ഇപ്പോൾ കറണ്ട്ലി ഇത്ര സിറ്റുവേഷൻ നിൽക്കുകയല്ലേ. സോ വീക്കിലി നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ആണെങ്കിലും നെക്സ്റ്റ് ലിക്വിഡിറ്റി അവൈലബിൾ ലിക്വിഡിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നെക്സ്റ്റ് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉള്ളത്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം. മേ ബി അത് ടേക്ക് ചെയ്തിട്ട് ഇവൻ നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ ടാർഗറ്റ് ചെയ്താൽ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വീക്കിലി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റി വേണമെങ്കിൽ പോവാം. സോ ഇവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ നോക്കാൻ വേണ്ടി പറ്റുക. നിഫ്റ്റി എന്ന് പറയുന്നത് ഇൻഡെക്സ് നിഫ്റ്റി വെച്ച് മാത്രമാണോ മൂവ് ചെയ്യണത്? അല്ല, പ്രോപ്പർലി ഇതിന് വെയിറ്റേജ് ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. സോ ആ സ്റ്റോക്കുകളെ കൂടെ നമ്മളിവിടെ കോറിലേറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അല്ലാതെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് വെച്ച് അല്ലെങ്കിൽ ഇൻഡെക്സ് വെച്ച് മാത്രം നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ സ്റ്റോക്കിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോറിലേറ്റ് ചെയ്യാം. സോ നിഫ്റ്റിയുടെ സിറ്റുവേഷനിലേക്ക് തന്നെ റിലയൻസ് നമുക്ക് നോക്കാം. എന്താണ് സിറ്റുവേഷൻ, ഞാൻ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് പറഞ്ഞുതരാം എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം. റിലയൻസിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് ഫസ്റ്റ് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് വരണം. വീക്കിലി ടൈം ഫ്രെയിമിൽ റിലയൻസിൻ്റെ സിറ്റുവേഷൻ എന്താ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഡൗൺ സൈഡൊക്കെ മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് അല്ലാതെ പല കണ്ടീഷൻസിലും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. മേ ബി ഇവിടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് റിലയൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഞാനൊരു വീക്കിലി ടൈം ഫ്രെയിമാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടൈം ഫ്രെയിം എന്ത് ചെയ്തിട്ടുള്ളത്, 3 ടൈം ഫ്രെയിമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം. കണ്ടോ, വീക്കിലി നമ്മൾ കുറച്ച് അഗ്രസീവ് ആയിട്ടാണ് നോക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കാണാം. മേ ബി ഒരു കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇതൊരു എക്വിലിബ്രിയം വന്ന് നിൽക്കുകയാണ്. ഇമ്പൾസീവ് ആയിട്ടുള്ള സെല്ലും മാർക്കറ്റിലുണ്ട്. സോ കറണ്ട്ലി സ്റ്റോക്ക് വീക്കിലി നോക്കുമ്പോൾ ബെയറിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. റിലയൻസ് ഏറ്റവും വെയിറ്റ് ചെയ്യായിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഇതിനൊക്കെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആവും. അപ്പോൾ ഡെയിലിയിൽ കൺഫ്യൂഷൻസ് വരുമ്പോൾ അതിനൊന്ന് 4 ഹവറിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്ത് നോക്കാം. കൺഫ്യൂഷൻസ് വരുമ്പോൾ മാത്രം കേട്ടോ. അപ്പോൾ വീക്കിലി ഇതാണ് സിറ്റുവേഷൻ. കണ്ടോ, ഇതാണ് ഹൈ, ഇതാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി അറൗണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേജർ ബ്രേക്ക് ഔട്ട് ഇതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വീക്കിലി ഡെയിലി ഏകദേശം സിമിലർ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. റീസെൻ്റ്ലി ഉള്ള അഗ്രസീവ് സെല്ല് ആണ് മെയിൻലി ഉള്ള കാര്യം. അപ്പോൾ 4 ഹവറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടും നമുക്ക് കാണാം. കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നത് 4 ഹവറിലാണ്. അതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കാണാം. എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കാണാം. സോ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ആയിരുന്നു. മാർക്കറ്റ് കറണ്ട്ലി ഡൗൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഡെയിലി നോക്കുന്ന സിറ്റുവേഷനിൽ ഇതാണ് കറണ്ട്ലി നമുക്ക് 4 ഹവറിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെയാണ് ഒരു പ്ലാൻ എടുക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിൻ്റെ സിറ്റുവേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം 50 മിനിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കൊരു കൺഫർമേഷൻ വേണ്ടത്. കറണ്ട്ലി നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് ഇവിടെ നിന്ന് അപ്പ് സൈഡ് മൂവ് ചെയ്തു, എഗെയിൻ ബ്രേക്ക് ചെയ്തു, കണ്ടിന്യൂഷൻ ബ്രേക്കൗട്ട്. ഓക്കെ, റിവേഴ്സൽ സിറ്റുവേഷൻ ആണേ, പിന്നീട് റിവേഴ്സൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
again breakout, again breakout. റിലയൻസ് ഇനി അപ്സൈഡിലേക്ക് ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ 15 മിനിറ്റിലൊരു ബയാസ് അപ്സൈഡ് മൂവ്മെൻറ്റ് 15 മിനിറ്റിലൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആവും. ഈ സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് റിലയൻസ് അപ്സൈഡ് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ കറൻറ്റ്ലി സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത് റിലയൻസിൻ്റെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, റിലയൻസ് കിട്ടി, ഇവിടെ നിന്ന് ഡൗൺ സൈഡാണ്, ഈ ഒരു ലെവലിൽ നിങ്ങളൊരു അലേർട്ട് സെറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല, സിമ്പിൾ. ഈ ഒരു ലെവലിൽ ഒരു അലേർട്ട് സെറ്റ് ചെയ്തിടാം, ഇതേപോലെ അലേർട്ട് സെറ്റ് ചെയ്തിടാ. സോ അവനവിടെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അർത്ഥം ഇവൻ ഓൾറെഡി ബുള്ളിഷ് ആയിട്ടുള്ള കൺഫർമേഷൻ ആയി. സോ ഇവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസിന് ആവശ്യമുണ്ട് കേട്ടോ. കണ്ടോ, ഇനി ടാറ്റ സ്റ്റീൽ എന്താ കണ്ടീഷൻ നോക്കാം, HDFC എന്താ. അപ്പോൾ ഇത് 1 by 1 ആയിട്ട് നിങ്ങൾ നോക്കുക. അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് മൺഡേക്ക് മുമ്പായിട്ട് ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും എല്ലാ കണ്ടീഷനും ഇപ്പോൾ ICC ഇട്ട പോലെ തന്നെ ICCയുടെ ഞാൻ കണ്ടീഷൻ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പക്ഷേ എവിടെയാണ് നിങ്ങൾ നോക്കി, ഇവിടെ ഡിസ്കൗണ്ട് ആണ്, ഇവിടെ ഡിസ്കൗണ്ട് ആണ്. ഇത് രണ്ടും അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചർ ആണ്, ഇത് മാത്രമാണ് ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ. അതാണ് നമ്മൾ റെഡ് കൊടുത്തിട്ടുള്ളത്. ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഡിസ്കൗണ്ട് സോണിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. കൺസിഡർ ടു ഡെയിലി ആൻഡ് വീക്ക്ലി ഫോർ അവർ കൺഫർമേഷൻ കണ്ടിന്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൺഗോയിങ് ഇടാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും തിരിച്ചു വരാം. സോ നിഫ്റ്റിയുടെ സിറ്റുവേഷനിലും എനിക്ക് പറയാനുള്ള 15 മിനിറ്റ് സിറ്റുവേഷൻ എടുക്കാം. ഈ ലെവൽസ് നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കാം കേട്ടോ. ഇവിടെ പ്രോപ്പർലി നിഫ്റ്റി ഒരു കണ്ടിന്യൂഷൻ സ്ട്രക്ചർ ആണ് കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ബ്രേക്കൗട്ട്. അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾ ഈ ഒരു ഹൈ വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് ഹൈ ആണ്, ഇതൊക്കെ ലിക്വിഡിറ്റി ആണ്. മേ ബി മാർക്കറ്റ് ഇത് വേണമെങ്കിൽ ടേക്ക് ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്താലും കണ്ടിന്യൂഷൻ ടു ഡൗൺ സൈഡ് സിനാരിയോ ഉണ്ടാവും. കറൻ്റ്ലി ഉള്ള സപ്ലൈ കൺട്രോൾ അല്ലെങ്കിൽ കറൻ്റ്ലി ഉള്ള സ്ട്രക്ചർ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സപ്ലൈ ആണ്, മേ ബി കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ലിക്വിഡിറ്റി. അപ്പോൾ ഇവിടെ സ്റ്റോക്സിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ഡൗൺ സൈഡ് എൻട്രി നോക്കണ്ട. വിത്തൗട്ട് കൺഫർമേഷൻ സ്റ്റോക്ക് സ്റ്റിൽ ഡൗൺ സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഓൺ ടൈമിൽ ഞാൻ ടെലിഗ്രാമിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് കറൻ്റ്ലി എനിക്ക് പറയാനുള്ള പ്ലാൻ. പ്രോപ്പർലി ഈ പറയുന്ന ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം ഡൗൺ സൈഡ് മൂവ്, മനസ്സിലായോ? സ്റ്റോക്സ് കൺഫർമേഷൻ തരുന്നതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ കൺഫർമേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. ഫൈൻ. സോ ഇതാണ് കറൻ്റ്ലി സിറ്റുവേഷൻ. ഇപ്പോൾ കറൻ്റ്ലി ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോ ആണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം അറിയാലോ, ഈ ഒരു ലെവലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വീക്ക് ഡിമാൻഡ് സോണാണ്, വീക്ക് ഡിമാൻഡ് സോണാണ്. സ്ട്രോങ് ലെവൽ എന്ന് പറയുന്നത് കറൻ്റ്ലി വീക്ക്ലി സ്ട്രോങ് ലെവൽ എന്ന് പറയുന്നത് അപ്പ് സൈഡാണ്. സോ ഇത് ബ്രേക്ക് ചെയ്തൊരു നെക്സ്റ്റ് വീക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ യെസ് ഈവൻ സ്ട്രോങ് ആണ്, ഈ ഒരു ലെവൽ സ്ട്രോങ് ആണ്. കറൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ വീക്ക്ലി കണ്ടീഷനെ മേ ബി വേണമെങ്കിൽ ഇത് ഗ്രാബ് ചെയ്യാം. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് ഗ്രാബ് ചെയ്യാം. എഗെയിൻ ഇവിടെ ഉള്ള ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓൺഗോയിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വെറുതെ ഞാൻ കൺഫ്യൂസ്ഡ് ആക്കാനുള്ളത്. സോ നെക്സ്റ്റ് കണ്ടീഷൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനാണ്. ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു റിവേഴ്സൽ സിറ്റുവേഷൻ ആണ് വീക്കിലി ബാങ്ക് നിഫ്റ്റി നടന്നിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലിക്വിഡിറ്റി, ഇവിടെയുള്ള കംപ്ലീറ്റ് ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഇനി അവൈലബിൾ ലിക്വിഡിറ്റി ഡൗൺ സൈഡ് നോക്കാനാണെങ്കിൽ തന്നെ ഈ ഒരു ലെവലാണ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി എടുത്ത സ്ഥിതിക്ക് മേ ബി എന്താവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മേ ബി ഇനി മാർക്കറ്റ് അവൈലബിൾ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാം, അപ്പ് സൈഡ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡിൽ വെക്കാം. അപ്പം ഇവിടെ നമുക്ക് വേണ്ട കൺഫർമേഷൻ എന്താണ്, നേരെ വരാം, ഫിനാൻസ് എടുക്കുക, HDFC ICC അങ്ങനെയുള്ള ആൾക്കാരും കൂടെ തീരുമാനിച്ചാലല്ലേ മൂവ് ചെയ്യുള്ളൂ. സോ ഇവിടെ അപ്പ് സൈഡിലേക്ക് നമുക്ക് കൺഫർമേഷൻ ഇവരുടെ കണ്ടീഷനിൽ ഈ പറയുന്ന HDFCയുടെ കണ്ടീഷനിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, യെസ് അപ്പ് സൈഡ് നോക്കാം അല്ലേ. നോക്കിക്കേ, HDFC ഇപ്പോൾ കറൻ്റ്ലി ലാസ്റ്റ് ഇട്ടുള്ള പ്ലാൻസാണ്, കണ്ടോ. വീക്കിലി നോക്കാന്നുണ്ടെങ്കിൽ ബ്രേക്കൗട്ട് ഇവിടെയാണ് കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്കും കൂടിയാണ്. ഓൾറെഡി ഇവിടുത്തെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഗ്രാബ്ഡ് OB എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നോർമൽ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിനെക്കാട്ടും കുറച്ചും കൂടെ സ്ട്രോങ് ആവുള്ള കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് ബിഹേവിയർ ഇത്തിരി അഗ്രസീവാണ്, അതാണൊരു കൺഫ്യൂഷൻ. നമുക്ക് നോക്കാം എന്തായാലും 15 മിനിറ്റിലേക്ക് നിങ്ങൾ ഓരോ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവൻ ഇവിടെ
റിവേഴ്സ് ആയാൽ മാത്രം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും നിഫ്റ്റിയുടെ കേസിലും നിഫ്റ്റിയിലും പ്രയോറിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് HDFC. കണ്ടോ, ഈ ഒരു സിറ്റുവേഷന് എബോ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 സ്റ്റോക്സ് അപ്സൈഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡ് കണ്ടിന്യൂഷൻ ട്രേഡ് നോക്കാം കേട്ടോ. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുക. ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും ഞാൻ ടെലിഗ്രാമിൽ ഇടാം. നമുക്കിനി നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് വരാം. സോ ഡെയിലി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഡൗൺ സൈഡ് കംപ്ലീറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തു. ഇത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീക്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ലാസ്റ്റ് വീക്സിൻ്റെ അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഡയറക്റ്റ് ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഈ അപ്പ് സൈഡ് ലിക്വിഡിറ്റിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൗൺ സൈഡ് കംപ്ലീറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ഒരു ലെവലാണ് മാർക്കറ്റ് എടുക്കാനുള്ളത്. മേ ബി നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെയിലി ഓക്കെ, 4 അവർ ഓക്കെ, 4 അവർ പ്രോപ്പർലി ഇവിടെ ഒരു മൈന്യൂട്ട് ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡ് വരുന്നുണ്ട്. 15 മിനിറ്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ആവും. ഓക്കെ, ഈ ലെവൽ നമുക്ക് എന്തായാലും മാറ്റാം, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. സോ 15 മിനിറ്റിൽ കറൻ്റ്ലി മാർക്കറ്റ് 15 മിനിറ്റിൽ കറൻ്റ് നമുക്ക് ഇവിടെ ഒരു പ്രൈസ് ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. സോ സപ്ലൈ, സോ ഡൗൺ സൈഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ മേ ബി എന്ത് ചെയ്യാം, മേ ബി ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന സിറ്റുവേഷൻ ഇക്വിലിബ്രിയം ഫസ്റ്റ് കണ്ടീഷൻ, പ്ലാൻ ടു ഡൗൺ സൈഡ്, സെക്കൻഡ് സിറ്റുവേഷൻ സപ്ലൈ, പ്ലാൻ ടു ഡൗൺ സൈഡ്. ഇതാണ് കണ്ടീഷൻ. ഇതിപ്പോൾ കറൻ്റ്ലി സ്റ്റാറ്റസ്, ഇന്നത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് ഞാൻ പറയാണ്. മേ ബി നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ടു ക്ലോസ്, ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അവിടെ എന്ത് ചെയ്യാം, ക്ലോസ് തരികയാണെങ്കിൽ നമ്മൾ എന്താണ്, ഈ പ്ലാൻ മൊത്തം കംപ്ലീറ്റ്ലി അപ്സൈഡിലേക്ക് നമ്മൾ നോക്കുന്നതാണ്. അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡെയിലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഈ പറയുന്ന ലെവലിലേക്കായിരിക്കും നോക്കുക. ഈ ഒരു ബാലൻസിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂഷൻസ് നോക്കാം. ഓക്കെ, സോ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കാം. എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും മാർക്കറ്റ്. ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാവുന്ന ക്യാരക്ടർ അല്ല മാർക്കറ്റിൽ ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാവുക, മനസ്സിലായോ. സോ ഈ സിറ്റുവേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കില്ല ഈ സിറ്റുവേഷനിൽ ക്രിയേറ്റ് ആവും, മനസ്സിലാവും. സോ ഇനി മാർക്കറ്റ് ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കറൻ്റ്ലി ഒരു ഡൗൺ സൈഡ് മൂവിന് ശേഷം ഉണ്ടാവുന്ന ഈ ഒരു കണ്ടീഷനാണ്, മനസ്സിലായോ. സോ അതൊക്കെ കോറിലേറ്റ് ചെയ്യുക, അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രോപ്പർലി ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എപ്പോഴും. എന്നാലാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കി മുമ്പോട്ട് ഈ ഒരു കാര്യം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പ്രോപ്പർലി നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നല്ലൊരു റേഞ്ചിങ് സിറ്റുവേഷനാണ് മാർക്കറ്റിൽ, ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് മേ ബി ഇവിടെ നല്ല എൻട്രീസ് കിട്ടുമെന്ന് വെച്ചാൽ ലോ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇത് അഗ്രസീവ് സെല്ലാണ്. സോ ഇവിടെ എൻട്രീസ് മിസ്സാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മളുടെ ട്രേഡ് സെറ്റപ്പിൽ ചിലപ്പോൾ പല ചേഞ്ചസ് കൊണ്ടുവരേണ്ട കണ്ടീഷൻസ് ഉണ്ടാവും. അത് ഓരോ സിനാരിയോ മനസ്സിലാക്കിയിട്ട് ആവണം, മനസ്സിലായോ. അല്ലാതെ ഒരു ദിവസം ഒരു കാര്യം ചെയ്യുക, മറ്റു ദിവസം വേറെ കാര്യം ചെയ്യുക, അങ്ങനെയല്ല. പ്രോപ്പർലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം സിമിലർ ആവണം, മനസ്സിലായോ. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ക്ലാരിറ്റിയോടെ മുമ്പോട്ട് ജേണി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ, മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി കേസും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്ലാൻ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം ഓൺ ടൈം അപ്ഡേറ്റ് ചെയ്യാം. അതായത് സ്റ്റോക്കിൻ്റെ കൺഫർമേഷൻസ് ഞാൻ ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളത് പ്ലോട്ട് ചെയ്ത് നോക്കുക, അലേർട്ടൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. കൺഫർമേഷൻ ആകുമ്പോൾ ഞാൻ പ്ലാൻ അനുസരിച്ച് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാൻസ്, ലെവൽസ്, കാര്യങ്ങൾ. സോ ലെവൽ ഇപ്പോൾ കറണ്ട് ആട്ടോ, കറണ്ട് സ്റ്റാറ്റസ് ഇതാണ്. മേ ബി മാർക്കറ്റ് എഗെയിൻ ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്താൽ ആ ചേഞ്ചസ് നമുക്ക് പറയാം അല്ലേ. അവിടെ നമുക്ക് ഓൾറെഡി നോക്കാം. സോ ഇപ്പോൾ എല്ലാവരും വാച്ച് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് വീക്സിൽ നമ്മൾ പ്രോപ്പർലി പറഞ്ഞിട്ടുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ള 2 എൻട്രീസിൻ്റെ ബ്രേക്ക് ഡൗൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും നിങ്ങൾ ക്വിറ്റ് ചെയ്യാതിരിക്കുക. ഒരു സെറ്റപ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്വിറ്റ് ചെയ്യാതിരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരാം. നമ്മുടെ നെക്സ്റ്റ് ഒരു മാസ്റ്റർ ക്ലാസ് സീരീസ് വീഡിയോ നമ്മൾ വരുന്നുണ്ട്. SMC നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതിന് സൈൻ ഓഫ്.